everyone, welcome to another video. This video we will see SSLC IT model exam 2025 sun clock questions. Sun clock chapter is very simple. You will video and sun clock theory or practical questions. First sun clock video animations in fixed Python graphics Inkscape HTML videos questions. Subscribe theory questions. നാളെ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും 7 o'clock. അപ്പോൾ അതിനെല്ലാവരും വരും. മറ്റന്നാൾ ലൈവ് ഉണ്ടാവും. അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഫുൾ A+, ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, എല്ലാം വീഡിയോ കാണാം. ഇനി അടുത്തത് നിങ്ങൾക്ക് HTML, QGIS അങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് മെയിൽ മെർജ്, ഇൻഡെക്സ്, ഫോർമാറ്റിംഗ് അതിൽ നിന്ന് ഏതാണ് ആദ്യം വേണ്ടത് കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ഈ സാധനത്തിൻ്റെ പേര് സൺ ക്ലോക്ക്. ഓക്കെ, സൺ ക്ലോക്ക് ഇസ് വെരി സിമ്പിൾ മക്കളെ. കുറച്ച് കോഡൊന്നുമല്ല, കുറച്ച് ഷോർട്ട് കട്ട്സ് ഓർത്തിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ പോവുക. നിങ്ങളുടെ മിക്കവാറും എഡ്യൂക്കേഷനിലായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഫോർ സം റീസൺ ആക്സസറീസിലാണ് സൺ ക്ലോക്ക് ഉള്ളത്. ഓക്കെ, സൺ ക്ലോക്ക് ഒന്ന് നിൽക്കുക, ഫുൾ സ്ക്രീൻ ആക്കുന്നു. ഓക്കെ, സൺ ക്ലോക്ക് വെക്കുന്നു. ഇനി ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ സൺ അറ്റ് 4 PM 4 മണി ബോംബെ 2025-22 ഡിസംബറിനാണ് നോക്കുന്നത്. ഓക്കെ, വിൻ്റർ സോൾസ്റ്റിസ് നമ്മുടെ സോഷ്യലിൽ പഠിക്കുന്നുണ്ട് അല്ലേ, വിൻ്റർ സോൾസ്റ്റിസ്. ഓക്കെ, വിത്ത് ഹെൽപ്പ് ഓഫ് സൺ ക്ലോക്ക് ടേക്ക് എ സ്ക്രീൻഷോട്ട്, പ്രിൻറ്റ് സ്ക്രീൻ ഒക്കെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ ഓക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹിൻഡ് തന്നിട്ടുണ്ട് ഡിസ്പ്ലേ ദ ടൈം സോൺ ആൻഡ് മാപ്പ് ചെയ്യുന്ന പ്രോഗ്രസ് വാല്യൂ നമ്മുടെ ജീനൊക്കെയിട്ട് മാറ്റുക കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് സ്ക്രീൻ നോക്കിയിട്ട് കുറേ ഞാൻ എൻ്റെ ഇതിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റനാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ സൺ ക്ലോക്കിലാണ് വരേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ഡിസ്പ്ലേ ടൈം ഗെറ്റ് ടൂൾ ബോക്സ്. അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ടൂൾ ബോക്സ് വരുന്നു. നമ്മൾ ഈ ടൂൾ ബോക്സ് മൊത്തം ഒന്ന് ഓർത്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചുതരാം. ഇവിടെ ഒരു G ഉണ്ട്. G ആണ് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ. അപ്പം നമുക്ക് ഒരു ദിവസം അടുത്ത ദിവസം ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ഫസ്റ്റ് G എപ്പോഴും ഡിഫോൾട്ടായിട്ട് 1 minute ഉണ്ടാവും. ഓക്കെ, അപ്പം നോക്കി ഇപ്പോൾ 1 minute ആണ്, ഇപ്പോൾ 1 hour ആയി. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് നിൽക്കുക, ഇതാ A B എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് A എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, A എന്ന് പറഞ്ഞാൽ കൂട്ടുക, B എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പോൾ ഒരു മണിക്കൂർ കൂട്ടും കുറയും. G ഇപ്പോൾ 1 day ഒരു ദിവസം കൂടെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് കീ ഞെക്കിയാലും മതി കേട്ടോ. J എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഗ്ലോബൽ ടിപ്സ് 0. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് N ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നൈറ്റും ഡേ ഇതിങ്ങനെ കുറച്ച് കൂട്ടി കറക്റ്റ് ആക്കും, മൊത്തം ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിലാക്കുക. ഇത് കറക്റ്റ് ഡേ സണ്ണിൻ്റെ. ഓക്കെ, സണ്ണ് മൂണും വരണമെങ്കിൽ, അപ്പോൾ സണ്ണ് മൂണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇവിടെ കാണണമെന്നില്ല. സണ്ണ് ഇവിടെ ഇതിനടിക്കുന്നുണ്ടോ, ഈ വെളിച്ചത്തിന് ഇടയ്ക്കാണ് സണ്ണ് വരിക. മൂണ് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം എവിടെയെങ്കിലും മൂന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കുറച്ച് B അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, B അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ G 7 days ആക്കുക. മൂൺ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫയർ ഇതാ മൂൺ. യെസ്, ഇതാ മൂൺ കണ്ടോ, ഇതൊരു മൂണുണ്ട്, ഇവിടെ മൂണുണ്ട്, സണ്ണ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, അപ്പം നിങ്ങൾക്കത് കിട്ടും. എന്നൊക്കെ അതിട്ട് MAക്ക് മെറീഡിയൻസ്. ഓക്കെ, മെറീഡിയൻസ് വരുന്നതും പോകുന്നതും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ P നെക്കിയാൽ പാരലൽസ് വരുന്നത് കാണാൻ പറ്റും. T നെക്കിയാൽ ഇറേസ് ആക്കുക, എല്ലാം കിട്ടും. W ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൂം അറിവ്, പിന്നെ പ്രിൻറ്റ് സ്ക്രീനും കൂടി ചെയ്യാനുള്ളൂ. ഓക്കെ, അതൊക്കെയാണ് ബേസിക് സംഭവങ്ങൾ. ഓക്കെ, ഇനി ടൂൾ ബാർ കിട്ടി. ഇനി എന്താണ് ഇവർ പറയുന്നത് ശ്രദ്ധിച്ചോ കേട്ടോ. ക്ലിക്ക് ഓൺ ദ എക്സ്ക്ലമേഷൻ മാർക്ക് ഫോർ ഡിസ്പ്ലേ ടൈം ലൈൻ വരണം, എന്നിട്ടാണ് ആദ്യം വരണം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ടൈം ലൈൻ വരുന്നു. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അത് തന്നെ വലുതായിക്കോളൂ. ഓക്കെ, ടൈം ലൈൻ വരുന്നു, ടൈം ലൈൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം സോൺ കിട്ടുന്നു. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്, U നെക്കിയിട്ട് ഇന്ത്യൻ സിറ്റി. ഓക്കെ, U നെക്കുക, ക്ലിക്ക് ഓൺ U. അപ്പോൾ U നെക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓൾട്ട് നെക്കുമ്പോൾ ചിലപ്പോൾ ആ സാധനം ഒന്നുകൂടി ഓൾട്ട് നിൽക്കാൻ കേട്ടോ. ഓൾട്ട് നെക്കിയത് U വരുന്നു. അയ്യോ, നമ്മുടെ ഇവനെ വേണ്ട, നമുക്ക് ഇവനെ നെക്കിയിട്ട് ഇവൻ നിൽക്കുന്നു. അപ്പോൾ ഇനി U നെക്കിക്കാം, യു കീബോർഡിൽ നിൽക്കിയാലും മതി. ഇനി എന്താണ് വേണ്ടത്, നമുക്ക് ബോംബെ കിട്ടി. ഓക്കെ, ബോംബേനെ ടൈം സോൺ കിട്ടി, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കിട്ടി. ഓക്കെ, ഇനി ഇവരെന്താണ് പറയുന്നത്, നമ്മുടെ ഇതിലേക്ക് വരും. ഓക്കെ, ക്ലിക്ക് ഓൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്കും ചെയ്യട്ടോ. ബോംബെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഏകദേശം അറിയില്ല ഇന്ത്യയിൽ. ഓക്കെ, അത് കിട്ടി. ഇനി എന്താണ് പ്രോഗ്രസ് വാല്യൂ, നമ്മൾ 30 days ആക്കണം. മന്തും പ്രോഗ്രസ് എന്താണ് പ്രോഗ്രസ് 1 day. ഓക്കെ, ബേസിക്കലി നമുക്ക് ആ ദിവസം ആക്കണം. ഓക്കെ, ക്ലിക്ക് ഓൺ G 1 hour ഫോർ ചേഞ്ച് A to move forward, B to move forward, ടേക്ക് സ്ക്രീൻഷോട്ട്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ക്വസ്റ്റ്യനിലേക്കാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് 22 December 2025 4 മണി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ ഈ ടൂൾ ബാർ ഇവിടെ ഉണ്ട്, മറ്റേ urban സെലക്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡേറ്റും ടൈമും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് കാണേണ്ടത്. ഓക്കെ, ഫോർ എന്തോ റീസൺ എൻ്റെ സ്ക്രീനിൽ ഫുള്ള് കാണില്ല. ഇവിടെ കാണേണ്ട ടൈം ലീഗൽ ടൈമും GMT. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ബോംബെയിലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ബോംബെയിലാകുമ്പോൾ IST 5:30 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ലീഗൽ ടൈം. നമ്മൾ ഈ ടൂൾ ബാർ ഒന്ന് ഞാൻ താത്തട്ടെ. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ മാത്രം ഉണ്ടാവുള്ള ഈ പ്രശ്നം, നിങ്ങളുടെ സ്ക്രീനിൽ ഈ പ്രശ്നം വരില്ല കേട്ടോ. അവിടെ താഴെ വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ടൂൾ ബാറിനെ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. സിറ്റി നെയിം ഒന്ന് ബോംബെ നിൽക്കുന്നു കേട്ടോ. ബോംബെ
ബോംബെ അല്ലെങ്കിൽ ബോംബെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ടൂൾ ബാർ. ഓക്കെ, ഇനി നമുക്ക് ബോംബെ കിട്ടി, സോളാർ ടൈം കിട്ടി. ഓക്കെ, ഇതിപ്പോൾ 13 ഡിസംബർ 2024. എൻ്റെ കമ്പ്യൂട്ടർ പുറകിലായതുകൊണ്ട് നമ്മളിപ്പോൾ ജി നെക്കിയിട്ട് നമുക്കിനി മാസങ്ങളിലേക്കാക്കാം. എന്നിട്ട് എ നെക്കിയ കൂടി. ഇപ്പോൾ സൺഡേ 12th ജാനുവരി കേട്ടോ, 12th ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നാ വേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ 22 ഡിസംബർ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളാക്കുന്നു കേട്ടോ, 1 ഡേ. ജി നെക്കിലേക്ക് 1 ഡേ ആക്കുന്നു. 22, അപ്പോൾ 8 ഡിസംബർ, 10, 11, 12, 13, 14, 15, 16 കൂടുന്നുണ്ടോ അവിടെ? എ നെക്കി 22 ഡിസംബർ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ടൈം വേണം. ഓക്കെ, ടൈം നമുക്ക് വേണ്ടത് 4 മണി. ഓക്കെ, 4 PM. ഇതെടുക്കുന്നു എല്ലാം എടുക്കുന്നു, 4 PM. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം സമയം ഇതിൽ ഇത്ര കൊടുക്കുന്നത് ഇപ്പം 19 എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. അപ്പോൾ ഞാൻ അവറിലേക്ക് ആക്കാൻ പോവാണ് ജി. ഓക്കെ, അവറിലേക്ക് ആക്കുകയാണ് ജി, എന്നിട്ട് അവറിലാക്കുന്നു, ബാക്കിലേക്ക് അടിക്കും. 19 അല്ല, 4 മണി എന്ന് പറയുമ്പോൾ 16 മണിക്കൂർ കേട്ടോ. 12 + 4 16 മണിക്കൂർ. ഇനി മിനിറ്റ് ആക്കുന്നു. ഓക്കെ, ഡേ മാറ്റിയിട്ട് മിനിറ്റിലേക്ക് ആക്കുന്നു, എന്നിട്ട് ബാക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ ബാക്ക് അടിക്കുന്നു. ഓക്കെ, അമ്മോ 44 മിനിറ്റ് 4 മണിക്ക്. ഓക്കെ, 4 മണി ആക്കുന്നു, സോളാർ ടൈം. ഓക്കെ, 4 മണി കൂടിപ്പോയി, 16 മണിക്കൂർ 16. ഓക്കെ, ശരി. ഇനി പ്രിൻ്റ് സ്ക്രീനിലേക്ക് കഴിഞ്ഞു. സെക്കൻഡ് പിന്നെ കുഴപ്പമില്ല, പ്രിൻ്റ് സ്ക്രീൻ കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടായിട്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് പിക്ചേഴ്സിലാണെന്ന് തോന്നുന്നു ഈ ഫയൽ ഉണ്ടാവുക. ഞാൻ നോക്കട്ടെ, ഈ പ്രിൻ്റ് സ്ക്രീൻ ഞെക്കിയാൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഉണ്ടാവുന്ന എൻ്റെ ഓർമ്മ ശരിയാണ്. ഇതല്ല നമ്മുടെ 4 മണിക്ക് ഇത് കാണിച്ചു കൊടുക്കുക ടീച്ചർ. 16 മണി ബോംബെയിലെ സെലക്ട് ചെയ്തൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അയ്യോ സോറി, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇത് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുകൊണ്ട് ഇടുക, പേസ്റ്റ് ചെയ്യുക, റീനെയിം കൊടുക്കുക. ഓക്കെ, റീനെയിം എന്താണ്? നിങ്ങളുടെ 2025 ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, നിങ്ങളങ്ങ് സേവ് ചെയ്താൽ മതി. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള സംഭവം ബേസിക്കലി എ, ബി, പ്രോഗ്രസ് ബാർ, അർബൻ സെലക്ടർ, എൻ, എക്സ്ക്ലമേഷൻ മാർക്ക് പഠിക്കാനാണ് ബേസിക്കലി സംഭവം. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ +1 +2 നിങ്ങൾ നീറ്റ് ട്രഡീഷണൽ ബാച്ചിൽ താല്പര്യമുള്ളവർ അവരും നിങ്ങൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേ ദ സൺറൈസ് ഇൻ കാൽക്കട്ട 2020 ജൂൺ. അമ്മോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫയലിന് ബേസിക്കലി ടൈം സോൺ ചെയ്യുക, കാൽക്കുലേറ്റ് നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി സിംപ്ലർ. നമ്മൾ ആപ്ലിക്കേഷനൊക്കെ സൺക്ലോക്ക് ഓപ്പൺ ചെയ്തു, നമ്മൾ ഡിസ്പ്ലേ ടൈം ലൈൻ ചെയ്തു, അർബൻ സിറ്റി സെലക്ടർ എടുക്കുന്നു. ഓക്കെ, ഞാൻ അർബൻ സിറ്റി സെലക്ടർ ഇന്ത്യൻ സിറ്റി കാലിക്കറ്റ് എടുക്കുന്നു. നമ്മൾ ആ സമയം എടുക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമ ക്ലിക്ക് ഓൺ ഫോർ സ്റ്റോപ്പ് ആനിമേഷൻ. ഓക്കെ, ദ ലൈറ്റ് റീജിയൻ, ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കണം. ഓക്കെ, അവിടെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ക്ലോസ് വിത്തൗട്ട് സേവിങ് ഹോം പിക്ചേഴ്സ്. ഓക്കെ, അത് നമ്മുടെ സൺറൈസ് ആണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 21 ജൂൺ 2020. 21 ജൂൺ 2020. അപ്പോൾ നമ്മുടെ ഇവിടെ കാൽക്കട്ട എന്ന് അടിക്കുന്നു. കാൽക്കട്ട യൂനെക്കി അത് വരും കേട്ടോ, നമ്മുടെ അർബൻ സെലക്ടർ. ഇനി ഇപ്പോൾ 2025. അപ്പോൾ ഞാൻ പ്രോഗ്രസ് ബാർ ഇയർ ആക്കുന്നു. അയ്യോ മന്ദമുള്ളൂ. അയ്യോ ബി 2025 എന്താ? ബി 2023, 2022, 2021, 2020 ജൂൺ 20 അല്ലേ? അപ്പം പ്രോഗ്രസ് ബാറിൽ ഞാൻ ഡേ ആക്കുന്നു. ഓക്കെ, പ്രോഗ്രസ് ബാറിൽ ഡേ ആക്കുന്നു ബി. ഓക്കെ, ഇപ്പോൾ ജൂൺ 20 ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. 2021 ജൂൺ 2021 ജൂണിലെ സൺറൈസ്. അപ്പോൾ 2021. അപ്പോൾ ഏനയ്ക്ക് അടുത്ത് 2021 ജൂൺ. ഓക്കെ, ഇപ്പോൾ സമയം കാൽക്കട്ടയിൽ എന്താണ്? കാൽക്കട്ടയിൽ 5 മണി വൈകുന്നേരം. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് ബാർ എടുക്കുന്നു, മിനിറ്റുകളിലേക്ക് ആക്കുന്നു. ഓക്കെ, മിനിറ്റ് അല്ല അവേഴ്സ് ആക്കാം. രാവിലെ ഒരു 6 മണിക്ക് ആക്കാം. അപ്പോൾ 6 മണിക്കിലേക്ക് വരുന്നു. 2021 ജൂൺ സ്റ്റാർട്ട് 4 മണി. ഓക്കെ, കാൽക്കട്ട എന്ന് പറയുമ്പോൾ മക്കളെ ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന കാൽക്കട്ട ഇത് ഇനി ഇത് രാത്രി ഭാഗം നീങ്ങി വെളിച്ചം വരുമ്പോൾ അവിടെ സൺറൈസ്. അപ്പം ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമ. ഇതാണ് സംഭവം. ഓക്കെ, അയ്യോ നമ്മുടെ പ്രോഗ്രസ് ബാർ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ അവറിലിയ. അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് അടിക്കട്ടെ. ബി കുറച്ച് മണിക്കൂർ ബാക്ക് അടിക്കുന്നു. വീണ്ടും നമ്മൾ 5 മണിക്ക് 5 മണി കഴിഞ്ഞിട്ട് ഉടനെ. അപ്പോൾ നമുക്കിനി പ്രോഗ്രസ് ബാർ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മിനിറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് ആട്ടോ. അപ്പം ഞാൻ
ഇൻവേർട്ടർ കോമ സ്റ്റാർട്ട് ചെയ്യുന്നത് നിർത്താൻ റെഡി ആയി കണ്ടോ. ആനിമേഷൻ ആവുന്ന അയ്യോ കഴിഞ്ഞു. ഓക്കെ, ഒന്ന് ബാക്ക് അടിക്കാം. ബി 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 ഓക്കെ, ആനിമേഷൻ സ്റ്റോപ്പ്. ഇവിടെ ഇതാണ് ബേസിക്കലി സംഭവം. ഓക്കെ, വേണം നിങ്ങൾ എ ബിന്ന് അടിച്ച് കളിച്ചാൽ മതി. അയ്യോ, എ ബിന്ന് അടിച്ച് കളിച്ചാൽ മതി. ഇപ്പം ഞാൻ ബി അടിക്കുന്നു. ഇതാണ് ആനിമേഷൻ. ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൺറൈസ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ. പ്രിൻറ്റ് സ്ക്രീനൊക്കെ കഴിഞ്ഞു. ഫയൽ നിങ്ങൾ കോപ്പി ചെയ്ത് വേസ്റ്റ് റീനെയിം ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം അത് തന്നെയല്ല. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അത്രയുള്ള സംഭവം കഴിഞ്ഞു. ഇത് കിട്ടി. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. മക്കളെ, അടുത്ത ഏത് വേണമെന്ന് കമൻറ്റ് ചെയ്യണം. ക്യൂജിസ് വേണം, മെയിൽ മെർജ് വേണം, ഒക്കെ കാര്യം കമൻറ്റ് ചെയ്യണം. ഓക്കെ, സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ടൈം സോൺ മാപ്പ് നമ്മൾ കാണിക്കുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ, മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ, ലാറ്റിറ്റ്യൂഡ്സും കാണിക്കുക. ഡിസ്പ്ലേ ദ ഡിഗ്രി മെഷേഴ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന ടോപ്പ് മാപ്പ്, ഡിസ്പ്ലേ ദ സൺ മാപ്പ്, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, റെഡിയാണ്. നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ ഡിസ്പ്ലേ ടൈം ലൈൻ നമ്മൾ ചെയ്തു. ഓക്കെ, #. പിന്നെ എം നെക്കിയാൽ ലോഞ്ചിറ്റ്യൂഡ് വരും. ഇപ്പോൾ എം നെക്കിയാൽ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടോ, ലോഞ്ചിറ്റ്യൂഡ്സ് ഇങ്ങനെ. എം നെക്കിയാൽ ലോഞ്ചിറ്റ്യൂഡ് പോയിക്കോളും. ഓക്കെ, ഇനി അടുത്തത് ടി നെക്കിയാൽ ലാറ്റിറ്റ്യൂഡ്സ് വരും. ടൈപ്പ് ചെയ്തിട്ട് ലാറ്റിറ്റ്യൂഡ്സ് വരും. വൈ നെക്കിയാൽ സണ്ണ് ഇവിടെ വന്നു. മൂൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കുഞ്ഞു മൂണാണ്, അതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, മൂൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, ടേക്ക് സ്ക്രീൻഷോട്ട്, പ്രിൻറ്റ് സ്ക്രീൻ ബട്ടൺ ഞെക്കി. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുക. ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്, ലാറ്റിറ്റ്യൂഡ്സ് എമ്മിനും കൂടി ഞെക്കുക. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. സണ്ണ് കാണാൻ പറ്റും. മൂണ് ഈ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, റീനെയിം ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഇത്രയുള്ള സംഭവം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് റീനെയിം ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അത്ര ഉള്ളൂ ചെയ്യാനുള്ളത്. അതോടെ നിങ്ങളുടെ സൺഗ്ലോക്ക് സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്യൂജിസും അടുത്ത സോഫ്റ്റ്വെയർ ഒക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കുക. IT എക്സാം ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.